സിനിമകളിലും സീരിയലുകളിലുമെല്ലാം നിറഞ്ഞുനിന്ന നടിയാണ് മായ മൗഷ്മി. എന്നാൽ പെട്ടെന്നൊരു നാൾ മായയെ സ്ക്രീനിൽ നിന്നും കാണാതായി. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് പിന്നീട് മായയെ പ്രേക്ഷകർ മിഴിരണ്ടിലും എന്ന പരമ്പരയിലൂടെ കാണുന്നത്. ആ വലിയ ഇടവേളയിലേക്ക് മായയെ എത്തിച്ചത് അപ്രതീക്ഷിതമായി കടന്നുവന്ന അപൂർവ രോഗമായിരുന്നു. തിരുവനന്തപുരം സ്വദേശിനിയാണ് മായ. ബംഗാളി നടി മൗഷ്മി ചാറ്റർജിയുടെ പേരിൽ നിന്നാണ് മൗഷ്മി എന്ന വാൽപ്പേരുണ്ടായത്. അച്ഛൻ GR നാഥ് നേവിയിൽ ജോലി ചെയ്തിരുന്നതിനാൽ മായ ജനിച്ചതെല്ലാം ആൻഡമാനിലാണ്. കൊച്ചിയിലും വിശാഖപട്ടണത്തും കോയമ്പത്തൂരിലും തിരുവനന്തപുരത്തുമൊക്കെയായി പഠിച്ച മായയ്ക്ക് 15 വയസ്സുള്ളപ്പോൾ അച്ഛൻ നേവിയിൽ നിന്ന് VRS എടുത്തു പോരുകയായിരുന്നു. കോളേജ് പഠനം കഴിഞ്ഞയുടൻ വിവാഹവും നടന്നു. ഭർത്താവ് വിദേശത്തായിരുന്നു. മകൻ അമന് 2.25 വയസ്സുള്ളപ്പോഴാണ് അഭിനയത്തിലേക്ക് മായ എത്തുന്നത്. അക്കാലത്ത് ഒരേ സമയം 8 സീരിയലുകളിൽ വരെ അഭിനയിച്ചിരുന്നു. അങ്ങനെ തിരക്കിൽപ്പെട്ടോടവെയാണ് കുടുംബജീവിതത്തിലും ചില അസ്വാരസ്യങ്ങളുണ്ടായത്. ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ കുറ്റപ്പെടുത്തലുകൾ കൂടിയപ്പോൾ മുന്നോട്ടു പോകാൻ കഴിയാതെയായി. ആ ഇടയ്ക്കാണ് മായയുടെ ജീവിതം മാറ്റിമറിച്ച കണ്ണിനെ ബാധിച്ച രോഗമുണ്ടാകുന്നത്. 2013 അത്. കണ്ണിനെ സ്റ്റെഫാലോകോക്കസ് എന്ന ബാക്ടീരിയ ബാധിച്ചതാണ് പ്രശ്നമായത്. അസഹ്യമായ വേദനയായിരുന്നു. വെയിലും ചൂടും പറ്റില്ല. കണ്ണിൽ നിന്നും പേസ്റ്റ് രൂപത്തിൽ പീള വരും. കണ്ണിൻ്റെ സോക്കറ്റ് മുഴുവൻ നിറയും. മുഖത്ത് വെളിച്ചം പോലും അടിക്കാൻ പാടില്ല. വെയിലും ചൂടുമൊന്നും കൊള്ളാൻ പാടില്ലായിരുന്നു. ക്രമേണ മായയുടെ കാഴ്ച മങ്ങി തുടങ്ങി. പകരാനുള്ള സാധ്യത വളരെ കൂടുതലായതോടെ മായയുടെ ജീവിതം അടച്ചിട്ട മുറിയിലേക്ക് ചുരുക്കപ്പെടുകയായിരുന്നു. കൊറോണയ്ക്ക് മുമ്പേ തന്നെ മായ ക്വാറന്റൈൻ ജീവിതത്തിലേക്ക് കടന്നു. ദിവസങ്ങളും ആഴ്ചകളുമല്ല, 1 വർഷത്തോളം മുറിക്കുള്ളിൽ അടച്ചിട്ട നിലയിലായിരുന്നു. കണ്ടു നിൽക്കാൻ പോലും സാധിക്കാനാകാത്തത്ര ദയനീയ അവസ്ഥയും. അതോടെ അടുപ്പമുണ്ടായിരുന്നവരും അകന്നു. അക്കാലത്ത് മായയെ സ്ഥിരമായി വിളിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തത് നടൻ പ്രേംപ്രകാശ് ആയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾക്കിടെ അച്ഛൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളും മായയുടെ ജീവിതത്തെ സാരമായി ബാധിച്ചു. ബിസിനസ്സിൽ കൂടെ ഉണ്ടായിരുന്നവർ ചതിച്ചതോടെ 52 ലക്ഷം രൂപയുടെ കടമാണ് ഒരാളിൽ നിന്ന് മാത്രം അച്ഛനുണ്ടായത്. പ്രതിസന്ധി ഘട്ടത്തിൽ ആരും അദ്ദേഹത്തിനൊപ്പം നിന്നില്ല. അങ്ങനെ തൻ്റെ സ്വർണം വിറ്റ് അച്ഛൻ്റെ കടങ്ങൾ തീർക്കുവാൻ മായ സഹായിക്കുകയായിരുന്നു. തൻ്റെ സമ്പാദ്യമെല്ലാം മായ അച്ഛന് നൽകി. സ്വത്തെല്ലാം വിറ്റു. പക്ഷേ കടവും ബാധ്യതകളും തീർന്നില്ല. ഒരു ദിവസം ദൂരെ ഒരു ഗൃഹപ്രവേശനത്തിൽ പങ്കെടുക്കാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും അതിരാവിലെ ഇറങ്ങിയ അച്ഛനെ പിന്നെ കണ്ടത് മതിലിനോട് ചേർന്നുള്ള റെയിലിൽ തൂങ്ങി മരിച്ച നിലയിലാണ്. ജീവിതത്തിൽ ആകെ തകർന്നു നിൽക്കുന്ന സമയത്താണ് മായയെ തേടി വിപിൻ എത്തിയത്. അച്ഛൻ ഉണ്ടായിരുന്ന സമയത്തും അച്ഛൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന വിപിൻ വിവാഹാലോചനയുമായി വന്നിരുന്നുവെങ്കിലും അന്ന് വിവാഹത്തിന് മായയും വീട്ടുകാരും തയ്യാറായിരുന്നില്ല. ഒരു മാല പോലും വാങ്ങി നൽകാനാകില്ല എന്ന് പറഞ്ഞായിരുന്നു ആലോചന നിരസിച്ചത്. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴും തന്നെ സ്നേഹിക്കുവാൻ വിപിന് സാധിക്കുന്നുവെന്നത് മായയുടെ മനസ്സ് മാറ്റി. അങ്ങനെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയായിരുന്നു. 2ാം വിവാഹത്തിൽ മായയ്ക്ക് ഒരു മകളും ജനിച്ചു. 12 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മിഴിരണ്ടിലും എന്ന പരമ്പരയിലൂടെയാണ് 2023 മായ തിരിച്ചു വന്നത്. അതിന് അമ്മയെ സഹായിച്ചത് മകൾ തന്നെയായിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.